യക്ഷിയമ്മയ്ക്ക് ഭഗവതിക്കൊക്കെ കോഴീനെ കൊടുക്കണോ? എന്താ കുഴപ്പം? അറിയാത്തോണ്ടാ. ഒരു ദിവസം കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാ, വളരെ കൊല്ലങ്ങളായി, ആധ്യാത്മിക പ്രഭാഷകന്മാർക്ക് മാത്രം വേണ്ടി ഒരു ക്ലാസ് നടക്കുക. വേറെ ആരുമില്ല, പബ്ലിക് ആരുമില്ല എന്ന് മനസ്സിലാക്കുക. പക്ഷെ അവിടെയും വേണോ ഈ മൈക്കും ബോക്സൊക്കെ? ചെറിയൊരു ഹോളാ, കുറച്ച് പേരേ ഉള്ളൂ, അവിടെയും ബോക്സൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ ചെയ്യാം? പ്രഭാഷണം കഴിഞ്ഞു, നമ്മൾ പുറത്തേക്ക് വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരനുണ്ട് ഓടി വരണത്. കണ്ണൂർ വെച്ചിട്ടാ സംഭവം കേട്ടോ, കണ്ണൂർ ഇടയ്ക്കാട് വെച്ചിട്ടാ. ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, സ്വാമി ഞങ്ങളുടെ നാട്ടിലേക്കൊന്ന് വരണം. എന്താവോ? ഡേറ്റ് നോക്കണം, ഒഴിവുണ്ടോ നോക്കണം, എന്നിട്ടൊക്കെയല്ലേ പറയാൻ പറ്റൂ. വിഷയം എന്താ? അത് സ്വാമിയോട് ഒരു പ്രഭാഷണം അടിക്കണം. എന്ത് പ്രഭാഷണം അടിക്കുക? ഇപ്പം ഭാഷ അങ്ങനെയൊക്കെയാ, ഭജന അടിക്കുക, പ്രഭാഷണം അടിക്കുക. എന്താ ചെയ്യുക? എന്താ പറകൂട്ട? എന്താ ആവശ്യം? എന്താ അത്? അവിടെ ഭഗവതീൻ്റെ പേരും പറഞ്ഞിട്ട് കോഴീനെ കൊല്ലുന്നുണ്ട്. ഞാൻ ചോദിച്ചു, നീ കോഴി ഇറച്ചി കഴിക്കാറുണ്ടോ? സത്യം പറയണം. ആ ഞാൻ കഴിക്കും. പിന്നെ നിനക്ക് മിണ്ടാ അധികാരമുണ്ടോ? അത് ശരി, നിനക്ക് കഴിക്കാൻ ഭഗവതിക്ക് കൊടുത്തൂടാ അല്ലേ? എനിക്കതിനെ എതിർക്കാനുള്ള അധികാരമുണ്ട്, കാരണം ഞാൻ അറിഞ്ഞുകൊണ്ട് കോഴി ഇറച്ചി കഴിക്കുന്നില്ല. പറഞ്ഞ മനസ്സിലായില്ല? ഞാൻ അറിഞ്ഞുകൊണ്ട് കോഴി ഇറച്ചി കഴിക്കണില്ല, എനിക്കതിനെ എതിർക്കാൻ അധികാരമുണ്ട്. നീ നിന്റെ ഇഷ്ടത്തിന് കഴിക്കുകയും ചെയ്യും, ഭഗവതിക്ക് കൊടുക്കണതിനെ എതിർക്കുക. അവനവൻ ഭഗവതിക്ക് നേദിച്ചിട്ട് വേണ്ടേ കഴിക്കുക. എന്തായാലും തെറ്റുള്ള ഇതും പറഞ്ഞിങ്ങോട്ട് വരരുത്. അപ്പോൾ സ്വാമി അങ്ങനെയാ പറയണത്, അങ്ങനെ തന്നെയാ പറയണത്. വിട്ടോ, കഴിഞ്ഞു, പ്രശ്നം കഴിഞ്ഞു. നോക്കൂ, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാൾ ഇന്ന് വരുന്നു എന്ന് വിചാരിച്ചോളൂ. വിചാരിക്കുക, അയാൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് വിചാരിച്ചല്ലോ, വിചാരിച്ചില്ലേ? നിങ്ങൾ എന്താ ഉണ്ടാക്കുക ഭക്ഷണം? അയ്യോ, അത് വല്ലാത്തൊരു ചോദ്യമാണല്ലോ സ്വാമി. ആ ചോദ്യം തന്നെയാ, ഞാൻ മറുപടി പറയാം. നമുക്ക് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണോ അത്, ഇല്ലേ? അദ്ദേഹത്തിന് എന്താണോ ഇഷ്ടപ്പെട്ടത് അതാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. എങ്കിൽ ചോദ്യം, അദ്ദേഹത്തിന് എന്താണ് ഇഷ്ടപ്പെട്ടത് നമുക്ക് അറിയില്ല എന്നാലോ? ഇതിന് ഉത്തരം പറയണം. എന്താ നമുക്കിഷ്ടപ്പെട്ടത്? ഉറപ്പാണല്ലോ. അപ്പോൾ ഇറച്ചി ഇഷ്ടമുള്ള ആൾ ദൈവത്തിന് എന്താ കൊടുക്കുക? ഇറച്ചി. എന്താ തെറ്റ്? നമുക്കിഷ്ടപ്പെട്ടതല്ലേ നമ്മൾ ഭഗവാന് കൊടുക്കേണ്ടത്. എന്താ മാംസം കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. സസ്യം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, വൈഷ്ണവം മാത്രം മതി അവിടെ. ഈ തെറ്റായ അഹിംസാവാദം വന്നതാണ് ഹിന്ദുധർമ്മത്തിന് ഈ ക്ഷീണം മുഴുവൻ വന്നത്. ഇവിടെ സാത്വികോപാസനയുണ്ട്, രാജസികോപാസനയുണ്ട്, താമസികോപാസനയുണ്ട്. യോ യോ യാം യാം തനും ഭക്ത ശ്രദ്ധയാർച്ചിതും ഇച്ഛതി തസ്യ തസ്യാജലാം ശ്രദ്ധാം താമേവ വിദധാമ്യഹം എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നത് ശ്രദ്ധിക്കുക. ഏതേത് ഭക്തന് ഏതേത് ദേവതാഭാവത്തെ ഉപാസിക്കാൻ താല്പര്യമുണ്ടോ അതത് ദേവതാഭാവത്തിൽ ഞാൻ ശ്രദ്ധയെ കൊടുക്കുമെന്ന്. അപ്പോൾ സാത്വികം, രാജസികം, താമസികം എന്ന ഉപാസനാ വിധാനങ്ങളുണ്ട്. ഇതിനെ ഒന്നും ഉത്തമം, മധ്യമം, അധമം എന്ന് വിളിക്കരുത്. ഞാൻ ചെയ്യണത് മാത്രം ഉത്തമം, മറ്റതൊക്കെ മധ്യമം, അത് പറയാൻ പാടില്ല. സാത്വികമാണ് രാജസികമാണെന്ന് പറയാം. ഉദാഹരണം പറഞ്ഞാൽ വൈഷ്ണവമായിട്ട് ശൈവമായിട്ടൊക്കെ നമ്മൾ പൂജാവിധാനങ്ങളിൽ ഏർപ്പെടുമ്പോൾ സാത്വിക ദ്രവ്യങ്ങൾ ഉപയോഗിച്ച്, സാത്വിക പുഷ്പങ്ങളും മറ്റും ഉപയോഗിച്ചിട്ട് അവിടെ വെള്ള, മഞ്ഞ തുടങ്ങിയ വസ്ത്രങ്ങൾക്കായിരിക്കും പ്രാധാന്യം. രാജസികമാവുമ്പോൾ ചുമപ്പ് വസ്ത്രം, ചുമന്ന പുഷ്പങ്ങൾ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം വരും. അവിടെ കുറച്ച് മാത്രമുണ്ട്, കുപ്പിക്കണക്കിന് കേസ് കണക്കിനല്ല. കുപ്പിക്കണക്കിന് കേസ് കണക്കിനല്ല, മാത്രയുണ്ട്. ഗുരുപദേശം അനുസരിച്ച് മാത്രയിൽ മദ്യം നേദിക്കും. അത് മദ്യം എന്ന് പറഞ്ഞാൽ റമ്മോ, വിസ്കിയോ, ബ്രാൻഡിയോ അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് വ്രതശുദ്ധിയോടുകൂടി തയ്യാറാക്കുന്ന മദ്യമാണ്. അവിടെ മാംസം തുടങ്ങിയവ ഉണ്ടാവും. ഇനി താമസികമായ വിധാനമാകുമ്പോൾ അവ മതിയാവില്ല. താമസിക വിധാനത്തിൽ കള്ള് തുടങ്ങിയവ വേണ്ടി വരും, ഉണക്കമത്സ്യം തുടങ്ങിയവ വേണ്ടി വരും. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഇത് പായസം മാത്രം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല.
സാത്വികം മാത്രം പോരാ, സാത്വികവും രാജസികവും താമസികവും ഒക്കെ ഉണ്ട്. ഓരോ വിധാനത്തിനും അതിൻ്റെ സമ്പ്രദായങ്ങളുണ്ട്. എല്ലാം ഒരാൾ ചെയ്യരുത്. സാത്വികൻ ആ വിധാനത്തിൽ തന്നെ പോകണം, രാജസികർ ആ വിധാനത്തിൽ പോകണം, താമസികർ ആ വിധാനത്തിൽ പോകണം. ഇതിപ്പോൾ പറഞ്ഞ് ഹിന്ദുവിൻ്റെ ആരാധനാ കേന്ദ്രങ്ങളിൽ ഒരു ബലിയും പാടില്ല പറഞ്ഞിട്ട് നിരോധിക്കുകയാണ്. ഒരു കോഴീനെ കണ്ട് എവിടെയെങ്കിലും കൊടുത്തു തന്നെ അപ്പോൾ കേസായി. എന്നാൽ നാട് മുഴുവൻ ലക്ഷക്കണക്കിന് അറവുശാലകളുണ്ട്, ഒരു പ്രശ്നം ആർക്കുമില്ല. എന്താ പ്രശ്നമില്ലാത്ത? അത് വൈശ്വാനരാഗ്നിക്ക് നേദിക്കാനല്ലേ? അതിന് കേസൊന്നുമില്ല. ഇനി മറ്റു മതക്കാർ ഈ പെരുന്നാളിൻ്റെ വലിയ പെരുന്നാളിൻ്റെ ദിവസമാണ് ലക്ഷക്കണക്കിന് കൊല്ലപ്പെടുന്നത്, ഒരു പ്രശ്നമില്ല. അതും ബലിയാണ്, ഒരു പ്രശ്നമില്ല. നിങ്ങൾ എറണാകുളത്ത് എടപ്പള്ളിയിൽ പോയി നോക്കൂ, ചൊവ്വാഴ്ചകളിൽ ഒന്നായിട്ട് കോഴികളെ കൊല്ലണ കാണാം, ഒരു കേസുമില്ല. എന്നാൽ ഏതെങ്കിലും ഹിന്ദു ക്ഷേത്രത്തിൽ ഒറ്റയൊന്ന് ചെയ്തു പറഞ്ഞാൽ അപ്പോൾ കേസാവും. ഇത് തെറ്റാണ്, ഇത് അനീതിയാണ്. സമ്പൂർണമായിട്ട് മാംസം നിരോധിച്ചു എന്ന് പറഞ്ഞാൽ ശരി, ഒരു ജന്തുവേയും കൊല്ലാൻ പാടില്ല, ഒരാളും ജന്തുക്കളെ കൊല്ലാൻ പാടില്ല, ശരിയാണ്, സന്തോഷം. അല്ലാതെ ചിലതിന് മാത്രം പാടുണ്ട്, ചിലതിന് മാത്രം പാടില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധ്യമല്ല. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. വ്യക്തമാണല്ലോ.